കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ട്രൂ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫോൾസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്. ഇനി കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് പ്രപ്പോസിഷൻ. ഇതിൽ രണ്ട് കാറ്റഗറീസിനെ കുറിച്ചിട്ട് അതിൻ്റെ റിലേഷനെ കുറിച്ചിട്ട് ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ക്ലെയിം കൊടുക്കുന്നുണ്ട്. അതാണ് കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ. ഇനി എന്താണ് ഈ രണ്ട് കാറ്റഗറി? ഒന്ന് സബ്ജക്റ്റ് ആയിരിക്കും, മറ്റത് പ്രെഡിക്കേറ്റ് ആയിരിക്കും. സബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചിട്ടാണോ പറയുന്നത്, വാട്ട് വി ആർ ടോക്കിംഗ് അബൌട്ട്, എന്തിനെ കുറിച്ചിട്ടാണോ പറയുന്നത് അതാണ് സബ്ജക്റ്റ് എന്നുള്ളത്. പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ആ സബ്ജക്റ്റ് എന്താണോ ചെയ്യുന്നുള്ളത് അല്ലെങ്കിൽ ആ സബ്ജക്റ്റിനെ കുറിച്ച് എന്താണോ പറയുന്നുള്ളത് അതാണ് പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നുള്ളത്. സിമ്പിളായി മനസ്സിലാക്കുകയാണെങ്കിൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ആരെക്കുറിച്ചിട്ടാണോ പറയുന്നുള്ളത് അല്ലെങ്കിൽ ആരാണോ പ്രവർത്തിച്ചിട്ടുള്ളത് അതാണ് സബ്ജക്റ്റ്, ബാക്കിയുള്ളത് പ്രെഡിക്കേറ്റ് ആണ്. എക്സാമ്പിൾ നോക്കാം. ഓൾ ക്രൗസ് ആർ ബ്ലാക്ക്. എല്ലാ കാക്കകളും കറുത്തതാണ്. ആരെക്കുറിച്ചിട്ടാണ് പറയുന്നുള്ളത്? ക്രോനെ കുറിച്ചിട്ടാണ് പറയുന്നുള്ളത്, കാക്കനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സോ കാക്ക എന്നുള്ളതാണ് ഇവിടെ സബ്ജക്റ്റ് എന്നുള്ളത്. ബാക്കിയുള്ള ബ്ലാക്ക് എന്നുള്ളത് സബ്ജക്റ്റിനെ കുറിച്ച് പറയുന്നുള്ളത്. സോ ദാറ്റ് ഈസ് പ്രെഡിക്കേറ്റ്. ഇതാണ് കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻ എന്ന് പറയുന്നുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ രണ്ട് കാറ്റഗറീൻ്റെ റിലേഷൻഷിപ്പ് പറയുന്നുള്ളതാണ് കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻ എന്ന് പറയുന്നുള്ളത്. ഇനി ഈ റിലേഷൻഷിപ്പ് 3 തരത്തിൽ പറയാം. ഫസ്റ്റ് വൺ കംപ്ലീറ്റ് ഇൻക്ലൂഷൻ, രണ്ടാമത്തേത് പാർഷ്യൽ ഇൻക്ലൂഷൻ, മൂന്നാമത്തേത് എക്സ്ക്ലൂഷൻ. ഒന്നാമത്തേത് കംപ്ലീറ്റ് ഇൻക്ലൂഷൻ, ഇൻക്ലൂഡ് ചെയ്യുക, എക്സ്ക്ലൂഡ് ചെയ്യുക. ഇൻക്ലൂഡ് എന്ന് പറഞ്ഞാൽ ഉൾപ്പെടുത്തുക, എക്സ്ക്ലൂഡ് എന്ന് പറഞ്ഞാൽ ഉൾപ്പെടുത്താതിരിക്കുക. അപ്പം കംപ്ലീറ്റ് ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പം നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിരുന്നു, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻ്റെ ടൈപ്പെല്ലാം അഫർമേറ്റീവ് അതൊക്കെ വെച്ചിട്ട് നമ്മൾ പറഞ്ഞു. യൂണിവേഴ്സൽ അഫർമേഷൻ, യൂണിവേഴ്സൽ നെഗറ്റീവിനെ വെച്ചിട്ടെല്ലാം നമ്മൾ പറഞ്ഞു. അപ്പം അതിൻ്റെ ബേസിസിൽ നോക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ ഓള്, സമ്മ്, പിന്നെ നോട്ട് അതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം കംപ്ലീറ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാന്നുള്ള അർത്ഥം വരുന്നുള്ളത് ഓളിലാണ്. ഓൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും. അപ്പം അതേതാണ് വരിക? യൂണിവേഴ്സൽ അഫർമേഷൻ. ഇറ്റ് മീൻസ് ഓൾ മെമ്പേഴ്സ് ഓഫ് വൺ ക്ലാസ് ഫോൾ ഇൻസൈഡ് അനദർ ക്ലാസ്. ഒന്നിലുള്ള എല്ലാ ആൾക്കാരും മറ്റൊന്നിൽ പെടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഓൾ ഡോഗ്സ് ആർ മാമൽസ്. എവറി ഡോഗ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ക്ലാസ് മാമൽസ്. എല്ലാ ഡോഗും മാമൽസ് ആണെന്ന് പറഞ്ഞു. അപ്പം ഡോഗിൽ പെടുന്നുള്ള എല്ലാം എന്തിൽ പെടും? മാമൽസിൽ പെടും. അപ്പം ഒരു സബ്ജക്റ്റിൽ പെട്ട എല്ലാം എന്തിൽ പെടുന്നുണ്ട്? പ്രെഡിക്കേറ്റിൽ പെടുന്നുണ്ട്. അപ്പം ഒരു ക്ലാസ്സിൽ പെട്ട ഒരു കാറ്റഗറിയിൽ പെടുന്ന എല്ലാ ആൾക്കാരും മറ്റേ കാറ്റഗറിയിലും പെടുന്നുണ്ട്. ഇതാണ് കംപ്ലീറ്റ് ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞാൽ. സെക്കൻഡ് വൺ പാർഷ്യൽ ഇൻക്ലൂഷൻ. പാർഷ്യൽ എന്ന് പറഞ്ഞാൽ പകുതി. അപ്പം സം ആണ് വരിക. പാർഷ്യൽ അഫർമേഷൻ, സം കുറച്ച് ആൾക്കാർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഓൺലി സം മെമ്പേഴ്സ് ഓഫ് വൺ ക്ലാസ് ആർ പാർട്ട് ഓഫ് അനദർ ക്ലാസ്. കുറച്ച് ആൾക്കാർ, സബ്ജക്റ്റിലുള്ള കുറച്ച് ആൾക്കാർ പ്രെഡിക്കേറ്റിലേക്ക് പെടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, സം ആത്ലറ്റ്സ് ആർ ഫീമെയിൽസ്. ആത്ലറ്റ്സ് കുറേ ആൾക്കാരുണ്ട്, അതിൽ നിന്ന് കുറച്ച് ആത്ലറ്റ്സ് സ്ത്രീകളാണ്. അപ്പം കുറച്ച് പോർഷൻ ഓഫ് ആത്ലറ്റ്സ് ആണ് ഇവിടെ ഫീമെയിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. മൂന്നാമത്തേത് എക്സ്ക്ലൂഷൻ, അതായത് ഒരാളും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല എന്നർത്ഥം. 2 classes do not share members at all or only partly excluded. ഒന്നെങ്കിൽ മൊത്തത്തിൽ ഇൻക്ലൂഡ് ചെയ്യില്ല, അല്ലെങ്കിൽ പാർഷ്യൽ എക്സ്ക്ലൂഷൻ, പാർഷ്യലായിട്ട് ഇൻക്ലൂഡ് ചെയ്യില്ല. എക്സാമ്പിൾ, ട്രയാങ്കിൾസ് ആൻഡ് സർക്കിൾസ് ഹാവ് നത്തിങ് ഇൻ കോമൺ. ട്രയാങ്കിളും സർക്കിളും ഒരേപോലെ അല്ല. അപ്പം ഒന്ന് മറ്റൊന്നിലേക്ക് റിലേഷൻ വരുന്നില്ല. ഇതാണ് റിലേഷൻ ബിറ്റ്വീൻ കാറ്റഗറീസ് എന്ന് പറയുന്നത്. അതായത് കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻ എന്താണെന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അടുത്ത് പറയുന്നുള്ളത് ക്വാളിറ്റീസ് ഓഫ് കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻസ് ആണ്. ഫസ്റ്റ് വൺ, രണ്ട് കാറ്റഗറീസും ഡയറക്റ്റ്ലി റിലേറ്റഡ് ആയിരിക്കണം. സെക്കൻഡ് വൺ, റിലേഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ അഫർമേറ്റീവ് ആയിരിക്കണം അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കണം. അഫർമേറ്റീവ് എന്ന് പറഞ്ഞാൽ പ്രെഡിക്കേറ്റ് സബ്ജക്റ്റിനോട് യോജിക്കുന്നതായിരിക്കണം. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ പ്രെഡിക്കേറ്റ് സബ്ജക്റ്റിനോട് യോജിക്കാത്തത്. തേർഡ് വൺ, ദേ ഓൾസോ ഡിഫർ ബൈ ക്വാണ്ടിറ്റി. രണ്ടും ക്വാണ്ടിറ്റിയിൽ ഡിഫറൻഷിയേറ്റ് വേണം. ഒന്ന് യൂണിവേഴ്സൽ ആയിരിക്കണം, മറ്റത് പാർഷ്യൽ ആയിരിക്കണം. യൂണിവേഴ്സൽ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഓൾ എന്നുള്ളത് വരുന്നത്, പാർഷ്യൽ എന്ന് പറഞ്ഞാൽ സം എന്നുള്ളത് വരുന്നത്. ഇതാണ് ക്വാളിറ്റീസ്. ഫോർ എക്സാമ്പിൾ നോക്കാം. ഓൾ ക്രോസ് ആർ ബ്ലാക്ക്. എല്ലാ കാക്കകളും കറുത്തതാണ്. ദിസ് മീൻസ് മൊത്തത്തിലുള്ള കാക്കകളെ ഈ ബ്ലാക്കിൻ്റെ ഇൻസൈഡിൽ പെടുത്തിയിട്ടുണ്ട്. സെക്കൻഡ് വൺ, സം റോസസ് ആർ നോട്ട് റെഡ്. കുറച്ച് റോസസ് റെഡ് കളർ അല്ല. ഇത് പറയുന്നുള്ളത് എ പാർട്ട് ഓഫ് ക്ലാസ് ഓഫ് റോസ് ഈസ് എക്സ്ക്ലൂഡഡ് ഫ്രം ദ ക്ലാസ് റെഡ് തിങ്സ്.
കുറച്ച് ചില പാർട്ട് ഓഫ് റോസ് റെഡെന്ന് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് എക്സാമ്പിൾസ്. ഇനി നമുക്ക് കൈൻഡ്സ് ഓഫ് കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻ നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് തന്നെയാണ്. 2 ടൈപ്പാണ് മെയിൻലി ഉള്ളത്. ഫസ്റ്റ് വൺ ക്വാളിറ്റി, സെക്കൻഡ് വൺ ക്വാണ്ടിറ്റി. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അഫർമേറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ്. ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ അല്ലെങ്കിൽ പെർട്ടിക്കുലർ. ഇത് എക്സ്പ്ലനേഷൻ ഇതിന് ശേഷമുണ്ട്. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു വെദർ ദ പ്രപ്പോസിഷൻ അഫർംസ് ഓർ ഡിനൈസ് ദ ക്ലാസ് ഇൻക്ലൂഷൻ. അഫർമേഷനും നെഗറ്റീവാണ് ഇതിൽ വരുന്നതെന്ന് പറഞ്ഞു. അഫർമേറ്റീവ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്സ് ഇൻക്ലൂഷൻ, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നർത്ഥം. അതായത് എയും ഐയും ഇതിൽ പെടും. ഇൻക്ലൂഡ് ചെയ്തത് ഏതൊക്കെയാണ്? ഓളും സമ്മുമാണ് ഇൻക്ലൂഡ് ചെയ്തത്. അപ്പം ഓൾ എന്നുള്ളത് യൂണിവേഴ്സൽ അഫർമേറ്റീവ് ആണ്, സം എന്നുള്ളത് പെർട്ടിക്കുലർ അഫർമേറ്റീവ് ആണ്. ഇത് മനസ്സിലാവാത്ത മുമ്പത്തെ വീഡിയോസ് നോക്കിയാൽ, പ്രപ്പോസിഷൻ്റെ വീഡിയോ നോക്കിയാൽ മനസ്സിലാവും. അപ്പം എ ആൻഡ് ഐ കം ഫ്രം അഫമോ, രണ്ടും അഫർമേഷൻ എന്നാണ് വരുന്നുള്ളത്. ഐ അഫം എന്നാണ് അതിൽ അർത്ഥം വരുന്നുള്ളത്. നെക്സ്റ്റ് നെഗറ്റീവിൽ പെടുന്നത് ഇറ്റ് ഡിനൈസ് ഇൻക്ലൂഷൻ. ഇൻക്ലൂഷനെ ഡിനൈ ചെയ്യുന്നുണ്ട്. അപ്പം നോവും സം നോട്ടുമാണ് വരുന്നുള്ളത്. ഇ എന്നുള്ളത് യൂണിവേഴ്സൽ നെഗറ്റീവാണ്, സം നോട്ട് എന്നുള്ളത് പെർട്ടിക്കുലർ നെഗറ്റീവാണ്. അപ്പം ഇത് രണ്ടും നെഗറ്റീവിൽ പെടും. ഇ ആൻഡ് ഐ കം ഫ്രം നെഗോ, ദാറ്റ് ഈസ് ഐ ഡിനൈ, അതാണ് അർത്ഥം വരിക. അപ്പം ക്വാളിറ്റി എന്നുള്ളത് അഫർമേറ്റീവും പെടുന്നുണ്ട്, നെഗറ്റീവും പെടുന്നുണ്ട്. അഫർമേറ്റീവിൽ യൂണിവേഴ്സൽ അഫർമേറ്റീവും പെടുന്നുണ്ട്, പെർട്ടിക്കുലർ അഫർമേറ്റീവും പെടുന്നുണ്ട്. നെഗറ്റീവിൽ യൂണിവേഴ്സൽ നെഗറ്റീവും പെർട്ടിക്കുലർ നെഗറ്റീവുമാണ് പെടുന്നുള്ളത്. അപ്പം ഇതാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. പ്രപ്പോസിഷൻ ഒന്നെങ്കിൽ അഫം ചെയ്യുക അല്ലെങ്കിൽ ഡിനൈ ചെയ്യുക, ഇതാണ് ക്വാളിറ്റി. The second one, quantity. It refers to whether the subject refers to all members or some members of the class. ഒന്നെങ്കിൽ എല്ലാ ആൾക്കാരെയും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതാണ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ. ഇറ്റ് ക്യാൻ ബി യൂണിവേഴ്സൽ അല്ലെങ്കിൽ പെർട്ടിക്കുലർ. യൂണിവേഴ്സൽ ആവാം, പെർട്ടിക്കുലർ ആവാം. യൂണിവേഴ്സൽ റെഫേഴ്സ് ടു ഓൾ മെമ്പേഴ്സ്, പെർട്ടിക്കുലർ റെഫേഴ്സ് ടു സം മെമ്പേഴ്സ്. യൂണിവേഴ്സലിൽ പെടുന്നുള്ളതാണ് എയും ഇയും. അതായത് എല്ലാ എസും പി ആണ്, അല്ലെങ്കിൽ ഒരു എസും ബി അല്ല, ഇതിൽ എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ എയും ഇയും യൂണിവേഴ്സലാണ്. പെർട്ടിക്കുലറിൽ സമ്മാണ് പെർട്ടിക്കുലറിൽ വരിക. അതൊന്ന് ചിന്തിച്ചാൽ മതി. പെർട്ടിക്കുലർ എന്ന് പറഞ്ഞാൽ ചിലത് എന്നർത്ഥം. അപ്പം എപ്പോഴും സമ്മ് പെർട്ടിക്കുലറിൽ വരും. ഇറ്റ് റെഫേഴ്സ് ടു സം മെമ്പേഴ്സ്. ഐയും ഓവും പെർട്ടിക്കുലറിൽ വരും. ഇതാണ് ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ എക്സാം. അപ്പം ഈ 4 ബേസിക് ഫോംസ് ഓഫ് കാറ്റഗറീസ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളത്. 4 ബേസിക് ഫോംസ് ആണുള്ളത്. ഓൾ എസ് എസ് പി, നോ എസ് എസ് പി, സം എസ് എസ് പി, സം എസ് എസ് നോട്ട് പി. ഈ 4 എണ്ണമാണ് ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളത്. അതിൽ ഫസ്റ്റ് വൺ നോക്കാം, യൂണിവേഴ്സൽ അഫർമേഷൻ. ഇറ്റ് മീൻസ് ഓൾ എസ് എസ് പി, എല്ലാ സബ്ജക്റ്റും പ്രെഡിക്കേറ്റിൽ ഇൻക്ലൂഡ് ചെയ്യും. എക്സാമ്പിൾ, ഓൾ പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ്. എല്ലാ പൊളിറ്റീഷ്യൻസും കളവ് പറയുന്നവരാണ്. അപ്പം അതിൽ മൊത്തത്തിലുള്ള ആൾക്കാരെ ലയേഴ്സായിട്ട് പറയുന്നുണ്ട്. എല്ലാ പൊളിറ്റീഷ്യൻസിനും ലയേഴ്സായിട്ട് പറയുന്നുണ്ട്. അപ്പം ഇതാണ് യൂണിവേഴ്സൽ അഫർമേറ്റീവ്. ഇതിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് SAP എന്നുള്ളതാണ്. സെക്കൻഡ് വൺ, യൂണിവേഴ്സൽ നെഗറ്റീവ്. അതായത് എല്ലാ ആൾക്കാരും പെടില്ല എന്ന് പറയുന്നുള്ളത്. നോ SSP, നോ പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ്. ഒരു പൊളിറ്റീഷ്യൻസും കളവ് പറയുന്നവരല്ല. ഇതിലും എല്ലാവരും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ നെഗറ്റീവാണ്, നോ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സിമ്പിളാണ് SEP എന്നുള്ളത്. തേർഡ് വൺ, പെർട്ടിക്കുലർ അഫർമേറ്റീവ്. സം SSP, ചില പൊളിറ്റീഷ്യൻസ് ലയേഴ്സാണ്. അപ്പം ചില സബ്ജക്റ്റിനെ പ്രെഡിക്കേറ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്തു. സിമ്പിളാണ് SIP എന്നുള്ളത്. ഫോർത്ത് വൺ ആണ് പെർട്ടിക്കുലർ നെഗറ്റീവ്. പെർട്ടിക്കുലർ എന്ന് പറഞ്ഞാൽ സം എന്നുള്ളത്. അപ്പം സം എന്തെയില്ല, ഇൻക്ലൂഡ് ചെയ്യില്ല. സം പൊളിറ്റീഷ്യൻസ് ആർ നോട്ട് ലയേഴ്സ്. ചില പൊളിറ്റീഷ്യൻസ്മാർ ലയേഴ്സ് അല്ല എന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ സിമ്പിളാണ് SOP എന്നുള്ളത്. ഈ കാറ്റഗറീസ് ടേബിൾ രൂപത്തിൽ കൊടുത്തിട്ടുണ്ട്, അതിനൊന്ന് വായിച്ച് മനസ്സിലാക്കാം. That's all about today's class. Hope you understand. Thank you all. Bye. Please like, share and subscribe.